കണ്ടസ്റ്റന്റ്സിന്റെ പ്രത്യേകത അറിയോ? പിന്നെ അറിയല്ലേ? ഞാൻ പറയുന്നില്ല. അപ്പൊ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് തിരുവല്ലയിൽ നിന്നും നീതു എസ് ഡാനിയൽ. തിരുവല്ലക്കാരി. തിരുവല്ലയിൽ നിങ്ങൾ അയലോക്കത്താണോ അടുത്താണോ? എവിടെ നിങ്ങൾ പരിചയപ്പെടുന്നത്? ഞാൻ മല്ലപ്പള്ളി. ചെങ്ങന്നൂര്. ചെങ്ങന്നൂർ മടത്തി പഠിച്ചിട്ടുണ്ടോ? അതെ പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആണ് കേട്ടോ. ഇത് ചിലർ ഇങ്ങനെ കാണും. ഞാൻ പണ്ട് ദുബായിൽ പരിപാടിക്ക് പൊരുവിള്ളി എന്നോട് വന്നിട്ട് ചോദിച്ചു, നാട്ടിലെവിടെ സ്ഥലം? ഞാൻ പറഞ്ഞു എറണാകുളത്താ. എറണാകുളത്ത് എവിടെ? ഞാൻ പറഞ്ഞു തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിൽ എവിടെ? ഞാൻ പറഞ്ഞു അമ്പലത്തിനടുത്ത്. അമ്പലത്തിനടുത്ത് എവിടെ? ഞാൻ പറഞ്ഞു വടക്കേക്കോട്ടെ. ചേട്ടൻ എവിടെ? തിരുവനന്തപുരത്താണ്. വെറുതെ കുറെ നേരം ഭയങ്കര ആവേശം കാണിക്കുക എന്ന് പറഞ്ഞാലും മല്ലപ്പള്ളിയിൽ ഇത്രയും ബിൽഡപ്പിന്റെ ശരിക്കും അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പഠിച്ച സ്ഥലത്താണ് ഈ കൊച്ചു പഠിച്ചെങ്കിൽ എനിക്ക് ഇപ്പോഴേ സർവ്വ പ്രതീക്ഷയും പോയിരിക്കുകയാണ് കേട്ടോ. ഭാഗ്യം കൊണ്ട് ജയിച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ തകർക്കും. ഇപ്പൊ ഈ സൈഡ് മറുകണ്ടം ചാടി, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ, എന്നിട്ട് ആര് തകർക്കൂല നമുക്ക് കണ്ടറിയാം കേട്ടോ. വിളിക്കുക, അടുത്ത ആളെ വിളിക്കുക. കുറച്ചു നേരത്തേക്ക് ഞാൻ ഹോം മിനിസ്റ്റർ ആണോ കണ്ടോണ്ടിരിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോയി. കുട്ടിക്കാലത്ത് ദൂരദർശനില് സെക്കൻഡുകളുടെ വ്യത്യാസത്തിന് PT ഉഷ സ്വർണം നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യമായിട്ട് ആ ഓട്ടവും വരവും ചാട്ടവും ഒറ്റ നോട്ടത്തിൽ PT ഉഷ ഓടുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചായ ഉണ്ടെന്ന്? ആരാ പറഞ്ഞിട്ടുള്ളത്? അത് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിന് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാമിന് പോകുന്നു? കൾച്ചറൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അക്ഷര പ്രോഗ്രാമോ? കൾച്ചറൽ പ്രോഗ്രാം. എന്താണ് കൾച്ചറൽ പ്രോഗ്രാം ചെയ്യാറ്? നാടൻ പാട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഡ്രാമ ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഇട്ട വേഷവും നാടൻ പാട്ടും നല്ല സിങ്കാണ്. കഞ്ഞിയിൽ കൊക്കക്കോള ഒഴിച്ച പോലെ ഇരിക്കും. അല്ല ജുബ്ബ കെട്ടൂല അതുപോലെ ഇരിക്കും. വേഷത്തിലല്ലല്ലോ കാര്യം. വേഷത്തിലല്ല കാര്യം, നാടൻ പാട്ടിലാണ് കാര്യം. നാടൻ പാട്ട് പിന്നെന്തൊക്കെ പോകും കൾച്ചറലായിട്ട്? ഡ്രാമ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ഡബിങ് ചെയ്യുന്നുണ്ട്. തിരുവല്ലക്കാര് കണ്ടുപടി നാടകം, ഡ്രാമ, നാടൻ പാട്ട്, സർവ്വ തിരുവല്ലക്കാരിയോട് ചോദിച്ചില്ല എന്തൊക്കെ കഴിവുകളുണ്ട്. തിരുവല്ലക്കാരിക്ക് എന്തൊക്കെ? ഞാൻ പാട്ട് പാടും, റേഡിയോ ജോക്കി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. ഇപ്പൊ കഴിവില്ലാത്തത് ഞാൻ നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ വലിയ കഴിവുള്ള ആൾക്കാരായി അവസാനം അല്ലേ? അടുത്ത ആളെ കൂടെ വിളിക്കും. ഇന്ന് കഴിവുകൾ തമ്മിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ തീ കത്തിക്കും. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് തൃശ്ശൂരിൽ നിന്നും വിഷ്ണു. നമ്മുടെ ആള് വന്നു, അത്യാധുനിക യുവത്വത്തിന്റെ തിളക്കുന്ന പ്രതീകം, 0 സൈസിലൊരു ചെറുപ്പക്കാരൻ. നോക്ക്, ഒന്നുമില്ല, വയറൊക്കെ എങ്ങനെ ഞാൻ എന്താ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എവിടെയോ കണ്ട പോലത്തെ ഒരു മുഖം. ഈ ചില വിദേശ നാടുകളിലുള്ള ഇംഗ്ലീഷ് പാട്ട് ബാൻഡുകളിൽ ഗിത്താർ വായിക്കുന്നവന്റെ പടം ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ട് ആ ടീഷർട്ട് ഒരു തവണ അലക്കി കഴിഞ്ഞാൽ ഈ തവണ ഒരു പ്രത്യേക മുഖമായിട്ട് ബോബ് മാർലിയല്ല, ആ ഗിത്താർ വായിക്കുന്ന ഈ ഗ്രൂപ്പിൽ വലിയ 8 പേര് നിൽക്കുന്ന പടം ഉണ്ടാവും ടീഷർട്ടില്. അതിന്റെ ഈ സൈഡിലിരുന്ന ഗിത്താർ പിടിച്ചപ്പോ ഉണ്ടാവും. അതിന് ഏകദേശം ഈ ചായയായിട്ട് വരും. എത്ര പേര് പഠിച്ചു? MBA മഹാമോറലും അലമ്പനും. വെരി ഗുഡ്. ഓക്കെ, ഏതുവരെ പഠിച്ചു? MA മിമിക്രി ആർട്ടിസ്റ്റ്. MBA കഴിഞ്ഞു. വീണ്ടും 2 MBA 2 MA. ഇന്ന് തകർക്കും കേട്ടോ. വിദ്യാഭ്യാസപരമായിട്ട് നമ്മളിന്ന് കുറെ മുന്നോട്ട് വരും. അടുത്ത ആളെ വിളിക്കും. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ആറ്റിങ്ങലിൽ നിന്നും ലിജു. നമസ്കാരം. ആറ്റിങ്ങലിൽ നിന്നും യോഗ്യനായൊരു പുരുഷൻ. ഒറ്റ നോട്ടത്തിൽ കണ്ട തമിഴ് പടത്തിൽ വിജയകാന്തിന്റെ പെങ്ങളെ കെട്ടാൻ വരുന്ന ആൾക്കാരായിട്ട് ചില നടന്മാരുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഗുണ്ടകൾ വെട്ടിക്കൊല്ലും. പിന്നെയാണ് വിജയകാന്ത് പ്രതികാരം ചെയ്യിക്കാൻ പോകുന്നത്. SI ആയിരിക്കും, അതേ ഛായ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ മുഖമുണ്ട്. ഏതുവരെ പഠിച്ചു? എന്താ ജോലി? ഞാൻ MA BEd ഒരു സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. MA BEd ഒരു സ്കൂളിൽ കുടറക്കോണം ഗവൺമെന്റ് ഹൈസ്കൂൾ ആറ്റിങ്ങലുള്ള സ്കൂളിൽ. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. हिंदी हमारा राष्ट्रभाषा है. गाय के बारे में 5 बात करवा दो. गाय हमारा पालतू जानवर है. गाय दूध देती है. गाय घास और फूस खाती है. അല്ലേ? നമ്മൾ ഗായിനെ പറ്റിയൊക്കെ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരുപാട് അറിവുള്ള ഗായിനെ പറ്റി. അക്കാഡമിക്കലി എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്നുള്ള. ഒരാളെ കൂടെ വിളിച്ചോളൂ. ഓച്ചിറയിൽ നിന്നും സ്വാതി. നമസ്കാരം. സ്വാതി, സ്ഥലം? ഓച്ചിറ. ഏതുവരെ പഠിച്ചു? ഞാൻ D.Pharm കഴിഞ്ഞ് 5 വർഷം വർക്ക് ചെയ്തു. ഇപ്പം BA ചെയ്തു.
DPharm കഴിഞ്ഞ് 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ BA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവിടെ ഈ ആൾക്കാർ തമ്മിൽ ആദ്യത്തെ റൗണ്ടിൽ ആൾക്കാരെ പുറത്താക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവൻ അല്ലെ പാസ്സാവാൻ സാധ്യതയുള്ളവനെ പുറത്താക്കും. ഇത്തവണ നിങ്ങൾ തമ്മിൽ ആരെ പുറത്താക്കും എന്നുള്ളത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരാൾ എന്തായാലും പുറത്ത് പോയേ പറ്റുള്ളൂ. താനും മത്സരങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. അറിയാലോ, കയറി നിന്നോളൂ. നന്ദിനി, അവർക്കുള്ള സ്ലേറ്റുകൾ ആദ്യം കൊടുക്കൂ. നിങ്ങൾക്കിതിൽ ആരെ ഔട്ടാക്കണം എന്ന് തോന്നുന്നോ അയാളുടെ നമ്പർ നിങ്ങൾ എഴുതുക. ആരുടെ നമ്പറാണോ 2 തവണ വരുന്നത് അതോ അതിൽ കൂടുതൽ വരുന്നത് അയാൾ ഇപ്പോൾ തന്നെ ഈ കളിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടതാകുന്നു. ശരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മനസ്സില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങൾ കാരണം മറ്റൊരാൾ ഔട്ടായി പോകുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് നല്ല സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ആരും ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്. തിരിക്കാനായിട്ട് നന്ദിനി നോക്കരുതേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുതേ. ഇപ്പോൾ ഇതിൽ നിന്നും പുറത്തു പോകുന്ന ആൾ ഭൂരിപക്ഷം കിട്ടിയ ആളാണ് പുറത്തു പോകാൻ പോകുന്നത്. എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി PT ഉഷ എന്നും പാലക്കാട് നിന്ന് വന്ന ആളെന്നും ഒക്കെ പറഞ്ഞെങ്കിലും എന്തോ ഭാഗ്യം ഇത്തവണ നിങ്ങളെ ചതിച്ചു. ചേട്ടാ, പാളി ചേട്ടാ, പോരെ, കയ്യിൽ നിന്ന് പോയി. ഇവര് സ്ത്രീകളെല്ലാം കൂടെ ചേട്ടനിട്ട് പണിത പണി കണ്ടോ? നോക്ക്, തിരിഞ്ഞു നിൽക്കാണ്. ആ 2 സ്ത്രീകളെ നടുക്കിടുന്നപ്പോ വശം മാറിക്കളഞ്ഞു. ഇത്രയും പേര് ആഗ്രഹിച്ചത് 5ലേക്ക് 5 ആവണമെന്നാണ്. നിങ്ങളുടെ പോഡിയങ്ങളിലേക്ക് പോകും, ചെല്ലു. സാധാരണ സമ്മതിക്കാൻ പലരും മടിയുള്ളൊരു കാര്യമാണ്. നിന്റെ നാക്ക് കരിനാക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമൊക്കെയാണ്. പക്ഷേ അറം പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞു, വിജയകാന്തിന്റെ പെങ്ങളെ കെട്ടുന്ന ആളാണ്. പിറ്റേ ദിവസം വില്ലന്മാരെല്ലാം കൂടെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാണ്. ഇവിടെ ശരിക്ക് വില്ലന്മാര് 4 പേരും കൂടെ ഈ വിജയകാന്തിന്റെ പെങ്ങളെ കെട്ടിയ പോലീസിനെ ഒരു പാവത്താൻ എന്തിനിങ്ങനെ ചെയ്തു. ചേട്ടനൊരു അവസരമുണ്ട്. നമ്മൾക്കിപ്പോ തിരിച്ച് നമുക്ക് ശാരീരികമായി അവരെ ഉപദ്രവിക്കാൻ യാതൊരു വഴിയില്ല. മനസ്സറിഞ്ഞ് ശപിക്കാം. ചേട്ടന് നമ്പർ എഴുതിയവരല്ലാത്ത ഒരാളല്ലേ ഈ കൂട്ടത്തിലുള്ളൂ. നമ്പർ എഴുതാത്ത ഒരാളല്ലേ ഈ കൂട്ടത്തിലുള്ളൂ. അത് PT ഉഷയല്ലേ? അതെ, ബാക്കി 3 പേരും ചേട്ടന്റെ നമ്പർ എഴുതിയതാണ്. കയറിയപ്പോ സ്റ്റെപ്പ് ഞാൻ പുള്ളിക്കാത്ത സ്റ്റെപ്പിൽ നിൽക്കാൻ പോയതാണ്. പിന്നെ ഞാൻ മാറി 5ലേക്ക് വന്നതാണ്. അത് വരണ്ട വനാശകാലേ വിദേശ മദ്യം എന്നാണല്ലോ. ഇനിയിപ്പോ അതടിച്ചിരിക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്കാരത്തെയാണ് മാത്രമാണ് ചേട്ടന്റെ പേര് എഴുതാതിരുന്നത്. അല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അവരെ തെറ്റു പറയില്ല. ഇപ്പൊ അതൊരു ലക്കല്ലേ സാർ, 5 പേരിൽ എല്ലാവർക്കും നമ്പർ എഴുതി പറ്റും. ഈ അവസ്ഥയിൽ എല്ലാവരും മഹാന്മാരായി മാറുന്നുണ്ട്. ചേട്ടൻ ഒന്നും വേണ്ടത്. ഇവര് 3 പേർക്ക് മാറിയ ഫുൾ സമ്മാനങ്ങൾ ആ കൊച്ചിന് കിട്ടണേ. നിങ്ങൾക്കൊക്കെ എനിക്കിട്ട് ഉപദ്രവിച്ചതിന് കിട്ടിക്കോളും ശപിച്ചിട്ട് പ്ലീസ് എനിക്ക് കാണാൻ വേണ്ടി. കുഴപ്പമില്ല, ശരിയല്ല. പുറത്ത് മാറി എന്നിട്ട് ആ ഡോറിന്റെ സൈഡിൽ ചേട്ടൻ എന്താ മുട്ടയും കൂടാത്രൊക്കെ വെക്കുന്ന അതുപോലെ അതല്ല. അതിനേക്കാളും പേര് ഇവിടുന്ന് എല്ലാവരുടെ മുന്നിൽ നിന്ന് അങ്ങ് പ്രായിട്ട് പോകണം. ചേട്ടൻ മനസ്സറിഞ്ഞ് ചെയ്യണ്ട, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മനസ്സറിഞ്ഞ് ചെയ്യണ്ട. മനസ്സിൽ നിന്ന് പ്രാഗീരല്ലേ നമുക്കത് ഏക്കുള്ളൂ. ചേട്ടൻ മനസ്സിലൊന്നും തട്ടാതെ നിങ്ങൾക്കൊന്നും സമ്മാനം കിട്ടാതെ എനിക്കത് മതി. ഇവരുടെ 3 പേരുടെ ശാപം എനിക്ക് കിട്ടുമല്ലോ. ഇവരുടെ 3 പേരുടെ ശാപം എനിക്ക് കിട്ടുന്നല്ലോ. അപ്പൊ ചേട്ടൻ എന്നെയും കൂടെ ശപിച്ചേ. ആ ശാപം ഇങ്ങനെ ആഹാര ശൃംഖല പോലെയാ. ഒരാൾ ശപിച്ച് അത് അയാൾക്ക് കിട്ടി, പിന്നെ അവിടുന്ന് 3 പേരെയും കൂടെ ചേർത്താൽ ചെയിൻ മാർക്കറ്റിംഗ് പോലെയാ. 3 പേർക്കും കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ടൂടെ പാസ് ചെയ്തേക്കാം. അല്ല, മുല്ല ശാപം ഏറ്റ് കിടക്കും, കല്ലിനും ഉണ്ടാ മറ്റൊരു ശാപം. എന്തായാലും 3 കല്ലിന് ശാപം കിട്ടിയിരിക്കണം. ഓർത്ത് കിടക്കണല്ലേ, കിട്ടും. ചേട്ടൻ വെറുതെ പോവാൻ ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല. പറയണം, ഉറപ്പായിട്ട് ഒച്ചത്തിൽ പറഞ്ഞു. ഒച്ചയൊക്കെ പോയി. എന്റെ വേറൊരു ഫീൽഡ് മ്യൂസിക് കൂടെ ഫീൽഡാണ് എന്റെ. 25ഓളം പാട്ടുകൾ ഞാൻ കമ്പോസും എഴുതിയിട്ടുണ്ട്. സുദീപ് സാർ ഉൾപ്പെടെയുള്ള ഒരു പാടിയിട്ടുണ്ട് എന്റെ പാട്ട്. ആണോ? സുദീപൊക്കെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഒരു പാട്ട് പാടി വേണം ചേട്ടൻ ഇവിടുന്ന്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മഴനീർ തുള്ളികൾ എന്ന് പറയുന്നത്. തനുനീർമുത്തുകൾ തനുവായി പേരിടും
തനുവായി തോന്നിടും വിൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയാ കതിരിടും മോഹന